Hi friends, welcome back. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റമദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നോമ്പ് സമയത്ത് അധികം പണിയൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ ഇതിന്റെ മസാല എന്ന് പറയുന്നത് അധികം പൊടികളൊന്നും ചേർക്കാതെ ഉള്ള ഒരു മസാലയാണ്. എന്നാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. ബ്രെഡ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. സ്നാക്കിന് വേണ്ടി മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വഴറ്റാനുള്ള സവോളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവോളയാണ് എടുത്തേക്കുന്നത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും തീരെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ഒരുപാട് വേണ്ട. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ചിക്കൻ ചേർക്കുന്നുണ്ട്. അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ വേവിക്കുന്ന സമയത്ത് അതിൽ ഞാൻ ഉപ്പും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പം മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഉപ്പ് കൂടിപ്പോവും. നമുക്ക് ചിക്കനും കൂടെ ഒക്കെ ഒന്ന് ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാവേ. സവോള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാനും ഭയങ്കര എളുപ്പമാണ്. സാധാരണ നമ്മൾ ഉള്ളി വഴറ്റുന്ന പോലെ ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ കളർ ആക്കുകയൊന്നും വേണ്ട. ഇതൊന്ന് വാടി വന്നാൽ മതിയേ. അതുകൊണ്ട് ഇത് പെട്ടെന്നായി കിട്ടും. സവോളയുടെ ആ ഒരു പച്ച ടേസ്റ്റ് അങ്ങോട്ട് മാറണം, എന്നാലും അങ്ങ് വാടി കൊഴിഞ്ഞു പോവുകയും ചെയ്യല്. അതാണ് ഒരു പരുവെന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ പച്ചമുളക് 2 എണ്ണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനനുസരിച്ച് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ മസാലയിൽ നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ല, കുരുമുളകാണ് ഇനി ചേർക്കാൻ പോകുന്നത് എരിവിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകാണ് വേണ്ടതെങ്കിൽ കുരുമുളക് കൂട്ടാം, അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണേ. ബീഫ് ഇഷ്ടമുള്ളവർക്ക് ചിക്കന് പകരം ബീഫ് വെച്ചിട്ട് വേണമെങ്കിലും ഈ റെസിപ്പി ചെയ്യാവുന്നതാണ്. ഇനി ബീഫും ചിക്കനും വേണ്ടെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ സവോള ഒന്ന് വാടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എരിവിനനുസരിച്ച് കൂടുതൽ വേണേൽ ചേർത്തോണേ. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ടീസ്പൂൺ ആണ്, ടേബിൾ സ്പൂൺ അല്ല. ഒരു ലേശം മതി. ഇട്ട് കൊടുത്ത മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഇതാ ചിക്കൻ തേണ്ട ഈ ഒരു രീതി വേണം പിച്ചെടുക്കാനായിട്ട്. മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട, വെറുതെ നമ്മൾ കൈ കൊണ്ടൊന്ന് പിച്ചെടുത്താൽ മാത്രം മതി. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ചിക്കൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ചിക്കൻ ഉണ്ട്, കറക്റ്റാണിത്. നന്നായിട്ട് ചിക്കൻ കിട്ടും ഇതിൻ്റെ മസാലയ്ക്കകത്ത്. ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല, സവോള കൂടുതൽ നിൽക്കണമെന്നായിരിക്കും. അങ്ങനെയുള്ളവർ സവോള കൂടുതൽ എടുക്കുക. അതൊക്കെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വരാനായിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, കുരുമുളകൊക്കെ കറക്റ്റ് ആണോ, എരിവുണ്ടോ, ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഈ മിക്സ് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ചിക്കനും മസാലയും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതും അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ ഇട്ടതിന് ശേഷം ഗരം മസാല ചേർത്താൽ മതി കേട്ടോ. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ ചിക്കൻ്റെ മസാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് അധികം മസാലയൊന്നും ഇടാത്തത് കൊണ്ട് ഇതിന് ടേസ്റ്റ് ഇല്ല എന്ന് വിചാരിക്കരുത്, നല്ല രുചിയാണ്. ഈ കൂട്ടത്തിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കൈപ്പിടിയേ ഉള്ളൂ. മല്ലിയിലയും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം എന്തേ മസാല ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് ബ്രെഡിലേക്ക് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. ഇപ്പം മസാലയുടെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ബ്രെഡുണ്ട്, പിന്നെ ഇത് വെള്ളമാണ്. മുട്ടയൊന്ന് പൊട്ടിച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് പൊടിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രെഡിൻ്റെ ഈ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഈ ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതൊന്ന് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താൽ മതി.
ആദ്യം ചെയ്യേണ്ടത് ഈ ബ്രെഡ് ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. ഒരുപാടങ്ങ് മുക്കണ്ട, കുതിർക്കണ്ട, ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്താൽ മതിയേ. എന്നിട്ടിത് കയ്യിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഒന്നര 2 ടേബിൾ സ്പൂൺ ഒക്കെ മസാല ഒരു ബ്രെഡിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. എന്നിട്ട് ഇതൊന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇത് കൈകൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്താൽ മതി, നന്നായിട്ട് കിട്ടും. ഇനി ചെയ്യാൻ പോകുന്നത് ഇത് നേരെ ബ്രെഡ് ക്രംസിലേക്ക് മുക്കാം. വെള്ളമയം ഉള്ളതുകൊണ്ട് ഇതിലേക്ക് പിടിച്ചോളും നന്നായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും ചെയ്തിട്ട് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഈ മുട്ടയിലൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ തൊടാൻ പാടില്ല. ഒന്നുകിൽ മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട്. മുട്ട ഇതിലേക്ക് ആയി കഴിഞ്ഞാൽ ഒത്തിരി ബ്രെഡ് ക്രംസ് വെറുതെ വേസ്റ്റ് ആയിട്ട് പോകും, ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉരുട്ടി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് വിണ്ട് കീറുന്ന പോലെയൊക്കെ തോന്നിയാലും ഒന്ന് നന്നായിട്ട് അതിങ്ങനെ ഉരുട്ടി എടുത്താൽ മതി, ശരിയായിക്കോളും കേട്ടോ. അപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ നമുക്കിത് നന്നായിട്ട് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റത്തില്ല. ഇതിൽ വെള്ളം മുക്കുന്ന പോലെ തന്നെ അത് പിഴിഞ്ഞ് കളയുകയും കൂടെ വേണം കേട്ടോ. മുമ്പത്തെ പോലെ തന്നെ ഇതിലേക്ക് വീണ്ടും മസാല നിറച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. നിങ്ങളിത് റൗണ്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ബ്രെഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാരമില്ല, നിങ്ങളത് നന്നായിട്ട് അങ്ങ് ഉരുട്ടി എടുത്താൽ മാത്രം മതി. മസാല പുറത്തു വരാതെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ബോൾസ് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി കുഴിവുള്ള പാത്രമാണെങ്കിൽ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനത്തെ പാത്രമല്ല, അതുകൊണ്ട് കൂടുതൽ എണ്ണ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരട്ടെ, എന്നിട്ട് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ബോൾസായിട്ട് വെച്ച് കൊടുക്കാവേ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് തിരിച്ചിടാവേ. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവേ. ഇപ്പം ബ്രെഡ് വെച്ചിട്ടുള്ള ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്, ഉണ്ടാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇഫ്താറിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് ദിവസം സ്റ്റോക്ക് ചെയ്യണമെങ്കിലും ഈ രീതി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മസാല ആണെങ്കിലും സൂപ്പർ ടേസ്റ്റ് ആണ്. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്